നമസ്കാരം. ACV ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശുഭദിനത്തിലേക്ക് സ്വാഗതം. അപരന് എതിരെയുള്ള അസഹിഷ്ണുത പെരുകുന്ന ഈ കാലഘട്ടത്തിൽ അകമിഴികൾ തുറന്നുകൊണ്ട് അപരൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന കാരുണ്യത്തിൻ്റെ പ്രവാഹങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഈ സമകാലീന ലോകത്തിലേക്ക് ചെറിയൊരു സാന്ത്വനം ലഭിക്കുക. അങ്ങനെ ലോകത്തുള്ള ഏവർക്കും സാന്ത്വനത്തിൻ്റെ പരിചരണം നൽകുന്ന ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷൻ്റെ അമരക്കാരൻ പ്രൊഫസർ മുകുന്ദൻ ആണ് ഇന്ന് നമ്മുടെ അതിഥി. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ശരിക്കും സാറേ, ഇപ്പോഴും നമ്മുടെ ഈ ഒരു സത്യാനന്തര കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും അവരനോടുള്ള ഒരു അസഹിഷ്ണുത നമുക്ക് ഏറ്റവും കൂടുതലുണ്ടെന്നാണ്. പക്ഷെ അവിടെയാണ് ഈ കാരുണ്യത്തിൻ്റെ ഒരു പുതു വെളിച്ചവുമായിട്ട് ഈ ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷൻ നിൽക്കുന്നത്. കഴിഞ്ഞ 47 വർഷമായി അങ്ങ് ഇതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എന്ത് തോന്നുന്നു? അങ്ങ് പറഞ്ഞത് പരിപൂർണമായിട്ടും കറക്റ്റാണ്, ശരിയാണ്. സ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും നമ്മളിലേക്ക് മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നൊരു കാലമാണ് അത്രേ. ആ സമയത്ത് ഭഗവാൻ പറയുന്നു, ഈശ്വരൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ഈ ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് നമ്മൾ എന്നുള്ള ഭാവത്തിലേക്കും, ഈ നമ്മൾ എന്നുള്ള ഭാവത്തിൽ എത്താതെ ഒരിക്കലും ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ എത്തില്ല അത്രേ. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും നമ്മളെ ചൂണ്ടിക്കാണിക്കാറുണ്ട്, ഈശ്വരനിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു ജേണിയാണ്, യാത്രയാണ്. ഐ ടു വി ആൻഡ് വി ടു ഹി വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, ഈശ്വരൻ. അപ്പോൾ ഈശ്വരനിൽ എത്തണമെങ്കിൽ ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല, വിയിലെത്തിയിട്ട് മാത്രമേ ഹീയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ് പൂർണ്ണമായിട്ട് ശരിയാണ്. എക്സ്പാൻഷൻ, മനസ്സ് എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ്, അത്യാവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സാർ, ഇപ്പം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ മേഖലകളിലാണ് ട്രസ്റ്റ്? സ്വാമിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഒന്ന് സേവാ പ്രവർത്തനങ്ങളാണെങ്കിൽ, ഒന്ന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും, രണ്ട് ആരോഗ്യ മേഖലയിലുമാണ്. പിന്നെ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് രണ്ടും ഇന്ന് ബിസിനസ്സാണ്. വിദ്യാഭ്യാസമായാലും ബിസിനസ്സാണ്. അതുകൊണ്ട് സ്വാമി പറയാറുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സരസ്വതി മാറിയിട്ട് ഇപ്പോൾ മഹാലക്ഷ്മിയാണ്. അഡ്മിഷൻ കിട്ടാൻ പൈസ, ജോലി കിട്ടാൻ പൈസ, അതുകൊണ്ട് സരസ്വതി മാറിയിട്ട് അവിടെ മഹാലക്ഷ്മിയാണ്. അവിടെയാണ് ഭഗവാൻ പറയുന്നത്, രണ്ട് മേഖലകളും വിദ്യാഭ്യാസവും ആരോഗ്യ പ്രവർത്തനവും ഒരു കാരണവശാലും ബിസിനസ് ആവാൻ പാടില്ല. ഇത് കാണിക്കാനാണ് സൗജന്യമായ ആശുപത്രികളും സൗജന്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വാമി തുടങ്ങാനുള്ള കാരണം ഇതാണ്. കാരണം ഈ രണ്ട് മേഖലകളും പൈസയായിട്ട് ഒരിക്കലും റിലേറ്റഡ് ആകാൻ പാടില്ല. ഭഗവാന്റെ ഹോസ്പിറ്റലിൽ ബില്ലിംഗ് കൗണ്ടർ ഇല്ല, സ്വാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബില്ലിംഗ് കൗണ്ടർ ഇല്ല. സ്വാമി പറയുക മാത്രമല്ല, സ്വാമി കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഈ ഇതിനകത്ത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വരുന്നു, അത് സായി ഭക്തനായിരിക്കണമെന്ന് നിർബന്ധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ ഇന്ന് കാലത്ത് ആലുവയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനിൽ വരുമ്പോൾ ഒരു ക്രിസ്തീയ സഹോദരൻ്റെ ഫോൺ കിട്ടി. 5 ദിവസം മുമ്പാണ് ഇദ്ദേഹത്തിനെ പുട്ടപർത്തി ഹോസ്പിറ്റലിൽ അയച്ചത്, വൈഫിൻ്റെ കാർഡിയാക് സർജറിക്ക് വേണ്ടി. അദ്ദേഹം പറഞ്ഞത്, അത്ഭുതമാണ് ഇവിടെ, എനിക്കൊരുപാട് സന്തോഷമുണ്ട്, ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ക്രിസ്തീയ സഹോദരൻ പറയാൻ കാരണം ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാം കഴിഞ്ഞു. ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ധ്യാന കേന്ദ്രമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ അമ്പലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിരുന്നു. അദ്ദേഹത്തിന് തൃശ്ശൂരുള്ളൊരു ഹോസ്പിറ്റൽ പറഞ്ഞു, ഓപ്പറേഷന് കാർഡിയാക് സർജറിക്ക് 10 ലക്ഷം വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് കംപ്ലീറ്റ്, അധികം പൈസ ഒന്നും ഇല്ല അദ്ദേഹത്തിന്. കംപ്ലീറ്റ് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഓപ്പറേഷൻ ആവശ്യമില്ല, ഈ മെഡിക്കേഷൻ മാത്രം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാതി, സ്വാമി പറയാറുണ്ട്, ജാതി ഇല്ല. കാരണം സത്യസായി ഓർഗനൈസ് സ്വാമിയുടെ ഏറ്റവും വലിയ സന്ദേശം യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ആണ്. ക്രിസ്ത്യാനിയാണെങ്കിൽ നല്ല ക്രിസ്ത്യാനിയാവുക, ഹിന്ദു ആണെങ്കിൽ നല്ല ഹിന്ദു ആവുക, മുസ്ലിം ആണെങ്കിൽ നല്ല മുസ്ലിം ആവുക. കാരണം നന്നായി കഴിഞ്ഞാൽ പിന്നെ ഇത് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ശരിക്കും ഈ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആശ്രയമറ്റ ഒരുപാട് പേർക്ക് സഹായഹസ്തങ്ങൾ, അത് ഈ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് പേരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇപ്പോൾ സർക്കാർ മേഖലയിലുള്ളതായിരുന്നു കഴിഞ്ഞാലും ഓരോ സഹായം ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. എങ്ങനെയാണ് ഈ സത്യസായിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുന്നത്? ഇവിടെ ഒരു മാനദണ്ഡവുമില്ല, ആവശ്യക്കാർ മാത്രമേ. ഉദാഹരണം പറഞ്ഞാൽ, പ്രശാന്ത് നിലയത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് സംഘടനയുടെ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന വ്യക്തി ആമുഖത്തിൽ പറഞ്ഞു, ഈ ആശുപത്രി പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രഭാഷണത്തിൽ ഭഗവാൻ പറഞ്ഞു, ഈ ഹോസ്പിറ്റല്
പാവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്കാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ യാതൊരു മാനദണ്ഡങ്ങളും, ആകെ കൂടി ചോദിക്കുന്ന നമ്മുടെ ആധാർ കാർഡ് മാത്രമാണ്, വേറെ ഒന്നുമില്ല, ഓൺലി ആധാർ. പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ചൊരു കൂടുതൽ ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം എന്ന് തോന്നുന്നു. ഈ ഒരു പ്രത്യേകത സത്യസായി പ്രവർത്തനത്തിന്, അത് സൈലൻ്റ് ആണ്, പബ്ലിസിറ്റി ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഓരോരോ സ്ഥലത്തും ആവശ്യക്കാരെ കണ്ടെത്തിയിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ അവർ വിടുകയല്ല ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യസായി പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അവർക്ക് വീണ്ടും ചെക്കപ്പ് ആവശ്യമുണ്ടോ നോക്കുന്നുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിടുന്നില്ല, നമ്മൾ ആ ലിസ്റ്റ് വെച്ച് ഇവരുടെ വീട്ടിൽ നമ്മൾ പോകും. ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരുപാട് പൈസ അധികം ചിലവുള്ളൊരു കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെ വരുന്ന രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അത് എങ്ങനെ സാധ്യമാണ്? ഇവിടെ ഭഗവാനെ മാത്രമേ നമുക്ക് കൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാമി നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് പൈസയുടെ അഭാവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എന്തെല്ലാമാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ഏതെങ്കിലും നല്ല സുമനസ്സുകൾ അതിനുവേണ്ടി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സത്യസായി സെൻട്രൽ ട്രസ്റ്റാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. 100 ഓപ്പറേഷൻ ഒരു മാസം പുട്ടപർത്തിയിലും 100 ഓപ്പറേഷൻ ഹാർട്ട് സർജറി വൈറ്റ്ഫീൽഡ് ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ആലോചിച്ചറിയാൻ പറ്റും, എത്രത്തോളം എന്നറിയാൻ പറ്റും. ഇത് മുഴുവൻ ചെയ്യുന്നത് സത്യസായി സെൻട്രൽ ട്രസ്റ്റാണ്. സത്യസായി സംഘടനയുടെ ഒരു പ്രത്യേകത, ആരോടും പൈസ ചോദിക്കില്ല. കാരണം ഭഗവാൻ പറയാറുണ്ട്, സ്വാമിയുടെ കൈകൾ എപ്പോഴും ഇങ്ങനെയാണ്, കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്രവർത്തകൻ്റെ കൈ ഇങ്ങനെയായിരിക്കണം എന്ന് സ്വാമി ഒരിക്കലും ഇങ്ങനെയാവാൻ പാടില്ല, ഇങ്ങനെയായിരിക്കണം. അതുകൊണ്ട് പൈസ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കുന്നില്ല, കാരണം അത് അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെൻട്രൽ ട്രസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങയുടെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ തന്നെ പറയുന്നുണ്ട് 47 വർഷമായിട്ട് നമ്മൾ ഈ സേവാരംഗത്ത് നിൽക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് കഴിഞ്ഞ 33 വർഷത്തിലധികം ആലുവ UC കോളേജിലെ അധ്യാപകനുമായിരുന്നു. ഈ അധ്യാപനത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിലേക്ക് വരുന്നത്? ഒരു പക്ഷേ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സ്പിരിച്വൽ താല്പര്യം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ആധ്യാത്മിക താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഏതാണ്ട് 77 ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനും ഭഗവാന്റെ പ്രവർത്തനങ്ങൾ അറിയാനും സാധിച്ചത്. അപ്പം നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് സത്യം പറഞ്ഞാൽ നമ്മളല്ല സ്വാമിയെ സെലക്ട് ചെയ്യുന്നത്, സമയമാകുമ്പോൾ ഈശ്വരൻ നമ്മളെ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ അധ്യാപക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം വിദ്യാഭ്യാസത്തിൽ സ്വാമി പറഞ്ഞു തരാറുണ്ട്, ക്ലാസ്സിൽ 1 മിനിറ്റ് വൈകിയാൽ നീ വിചാരിക്കും 1 മിനിറ്റേ വൈകിയുള്ളൂ, പക്ഷേ 40 കുട്ടികളുണ്ടെങ്കിൽ 40 മിനിറ്റ് നീ വേസ്റ്റ് ചെയ്തു എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സ്വാമി തന്ന ടീച്ചിങ്സ് വ്യക്തി ജീവിതത്തിലും ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വന്നതിന് ശേഷവും ആ നേരത്തെയുള്ള അധ്യാപകനും എങ്ങനെ സ്വാധീനിച്ചു? ഒരുപാട്, കാരണം ഭഗവാൻ നമ്മുടെ ഡ്യൂട്ടി, സ്വാമി പറയാറുണ്ട് ഡ്യൂട്ടി ഈസ് ഗോഡ് എന്ന് പറയാറുണ്ട്. ഡ്യൂട്ടി ഈസ് ഗോഡ്. അപ്പോൾ എൻ്റെ കോളേജിൽ ഞാൻ വർക്ക് ചെയ്യണ കാലത്ത് ആ കോളേജിൽ പഠിപ്പിക്കുന്നതാണ് ഈശ്വര പൂജ. അപ്പം 9:30 മുതൽ 3:30 വരെ ഞാൻ കോളേജിലുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ നന്നായി പഠിപ്പിക്കലാണ് ഞാൻ ചെയ്യുന്ന ഭഗവാനോടുള്ള പൂജ. ഇത് കൃത്യമായിട്ട് സ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും നേരത്തെ സുജീഷ് ചേട്ടൻ പറഞ്ഞതുപോലെ 47 വർഷമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം ഭഗവാനോടുള്ള അടുപ്പം എങ്ങനെയായി? സ്വാമിയോടുള്ള അടുപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, സ്വാമിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഓരോ സെക്കൻഡിലും, ഓരോ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഇല്ല. ഇപ്പോൾ ഭഗവാൻ ഫിസിക്കലായിട്ട് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഇന്നിപ്പോൾ സ്വാമി എന്ന് വിളിച്ചാൽ വി ക്യാൻ ഫീൽ ദ പ്രസൻസ്, വി ക്യാൻ ഫീൽ ദ പ്രസൻസ്. മാത്രമല്ല സ്വാമിയുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. ഐ മീൻ ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് പലപ്പോഴും ഭഗവാനുമായിട്ട് ഭഗവാൻ നമ്മളോട് സംസാരിക്കേണ്ടി വരും, സ്വാമിയുടെ കാര്യങ്ങൾ അനുവാദം മേടിക്കേണ്ടി വരും. അപ്പോൾ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സത്യാനന്ദൻ്റെ കാലഘട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ വിമർശന ബുദ്ധിയോടുകൂടി കാണുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലകളിലൊക്കെ തന്നെ വിമർശനാത്മകമായിട്ട് ദോഷേകതകളോട് നോക്കുന്ന കണ്ണുകളുമുണ്ട് എന്നുള്ളതാണ്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ പൊതുജനമധ്യത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സത്യസായി ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ഭഗവാൻ
ആദ്യമായിട്ട് കോളേജ് തുടങ്ങിയത് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. എവിടെയായിരുന്നു അത്? അനന്തപൂർ, ആന്ധ്രയിലെ അനന്തപൂർ ജില്ലയിലാണ് കോളേജ് തുടങ്ങിയത്. ആ തുടങ്ങിയ സമയത്ത് ഭഗവാൻ പറയണ്ടായി, ഒരു അമ്മ നന്നായാൽ കുടുംബം നന്നാവും എന്ന് പറയാം. അപ്പം അമ്മ നല്ല സ്വഭാവത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയാണ് ഗ്രഹനാഥയായിട്ട് വരുന്നതെങ്കിൽ ആ കുടുംബം വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, എല്ലാ രീതിയിലും ആ കുടുംബം നന്നായിരിക്കും. അപ്പോൾ നല്ല അമ്മമാരെ വാർത്തെടുക്കുക, അതൊരു വശം മാത്രമാണ്. സത്യസായി സേവാ സംഘടനയുടെ മഹിളാ വിഭാഗമുണ്ട്. മഹിളാ വിഭാഗമാണ് ലേഡീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇത് വലിയ ഗ്രാമം തൊട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ഗ്രാമത്തിൽ പോയാൽ അവിടെ കുട്ടികൾക്കുള്ള ബാലവികാസ് ക്ലാസ് നടക്കുമ്പോൾ മറുവശത്ത് അമ്മമാരുടെ ക്ലാസ് ഉണ്ടാവും. ഈ അമ്മമാരോട് പറഞ്ഞു കൊടുക്കുന്നത്, ഭർത്താവ് കുടിച്ചു വന്ന് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത്, എങ്ങനെയാണ് കുടുംബത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ വാർത്തെടുക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. അവർക്ക് സ്വയം തൊഴിൽ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? സത്യസായി സേവാ ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇപ്പോൾ സ്വാമിയുടെ സെന്റിനറി ഇയർ ആയതുകൊണ്ട് 2-3 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് സത്യസായി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ആണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും നമുക്ക്, ഫോർ എക്സാമ്പിൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉണ്ട്. 1000കണക്കിന് പെൺകുട്ടികൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ ജോലിയുണ്ട്, അവർ സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ടൈലറിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ടൈലറിങ്ങിൻ്റെ ഏറ്റവും മോഡേൺ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് 1000കണക്കിന് പെൺകുട്ടികൾ ഇപ്പോൾ അവരുടേതായ എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. ജെൻ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ കോഴ്സ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന പ്രോജക്റ്റ് ബെഡ് റിഡനായ ആൾക്കാരെ നോക്കാനുള്ള 6 മാസത്തെ കോഴ്സാണ്. ഇത് ബാംഗ്ലൂർ മക്കളെ സ്ഥലത്ത് ഇത് കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന അന്ന് തന്നെ ഇവരുടെ ജോലി ഇവർക്ക് തുടങ്ങുകയാണ്. അപ്പം സഹോദരിമാരെ സ്വന്തം കാലിൽ നിർത്താനുള്ള, ഒരുപക്ഷെ ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തവർക്ക് ആ രീതിയിൽ 1000കണക്കിന് ആൾക്കാർക്ക് ഓരോ മാതൃകാപരമായിട്ടുള്ള ഒരു. കേരളത്തിനകത്തുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ? കേരളത്തിലെ എല്ലാ മേഖലയിലും നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 180-ൽ കൂടുതൽ സെന്റേഴ്സ് ഉണ്ട് ഈ കൊച്ചു കേരളത്തിൽ. അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള സെന്റേഴ്സ് എല്ലാ പ്രവർത്തനങ്ങളും, ഗ്രാമപ്രവർത്തനങ്ങൾ, ട്രൈബൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, മഹിളാ പ്രവർത്തനങ്ങൾ, കുട്ടികൾക്കുള്ള ബാലവികാസ് കേന്ദ്രങ്ങൾ, അവരുടെ സ്വഭാവ കാരണം സ്വാമി പറയാറുണ്ട്, കുട്ടികളുടെ സ്വഭാവം നന്നാണെങ്കിൽ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കണം. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യം. സത്യസായി ബാലവികാസ് ഏതാണ്ട് 4 ലക്ഷത്തോളം കുട്ടികളിൽ നിന്ന് അണ്ടർഗോ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അവരെ പഠിപ്പിക്കുക എല്ലാം വളണ്ടറി വർക്കാണ്. ഏതാണ്ട് 1,00,000-ലധികം ബാലവികാസ് ഗുരുസ് വളണ്ടറി ആയിട്ട് ഓരോ സൺഡേ ഇവർക്ക് ക്ലാസ് കിട്ടും. ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആരോഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചിലവഴിക്കുന്നത്, വിദ്യാഭ്യാസത്തിനെന്ന പോലെ തന്നെ. അതുപോലെ തന്നെ ഈ അശരണരായിട്ടുള്ള രോഗികൾക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒന്നാണ് ഈ ഡയാലിസിസ്. അതിന് വരുന്ന വൻ തുകയുടെ ചിലവ്. അപ്പോൾ അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഈ സത്യസായി ഓർഗനൈസേഷൻ സൗജന്യമായിട്ടുള്ള ഡയാലിസിസ് ചികിത്സ കൊല്ലത്തും തിരുവനന്തപുരത്തും എറണാകുളത്തും ഫ്രീ ഡയാലിസിസ് സെൻ്റർ സത്യസായി ഓർഗനൈസേഷന് കീഴിലുണ്ട്. സത്യസായി ഹോസ്പിറ്റലിൽ നേരത്തെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് കിഡ്നി മാറ്റിയേക്കല. പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നോക്കിയിട്ടാണ് പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം നമ്മൾ വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ടാണ് എവിടെ രോഗികൾ, ഇപ്പോൾ യൂറോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ധാരാളം പേഷ്യൻസ്. വേറെന്ത് പറഞ്ഞാൽ ഇത് മാത്രമല്ല, 2 വലിയ ഹോസ്പിറ്റൽ മാത്രമല്ല, 100 കണക്കിന് മൊബൈൽ ഹോസ്പിറ്റലുണ്ട്. ഈ മൊബൈൽ ഹോസ്പിറ്റൽ ഓരോ ആരും എത്താത്ത ഗ്രാമങ്ങളിലേക്കാണ് പോകുന്നത്. 10-200 ഡോക്ടേഴ്സ് ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മൊബൈൽ ഹോസ്പിറ്റലിൽ എല്ലാ ചെക്കപ്പിനുള്ള സൗകര്യങ്ങളുണ്ട്. ECG, ഡെൻ്റൽ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള മൊബൈൽ ഹോസ്പിറ്റലുകൾ, ഇന്ത്യ മുഴുവൻ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിലെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള പേഷ്യൻസിനെ പുട്ടപർത്തിക്ക് ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്ക് അയക്കല. ഇത് വലിയൊരു ശൃംഖലയാണ്. സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും പലതും ജനങ്ങളിലേക്ക് ഇതുവരെയും എത്തിപ്പെട്ടിട്ടില്ല. അവർക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് എന്താണ് മാർഗം? അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് വരികയാണോ? ഉദാഹരണത്തിന് ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും പുട്ടപർത്തി, ബാംഗ്ലൂർ ഈ ഹോസ്പിറ്റലുണ്ടെന്ന് അറിയാം. നമ്മുടെ വെബ്സൈറ്റ്, കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഉണ്ട്. അവർ സാധാരണ ചെയ്യുക ഈ നമ്പർ നോക്കി വിളിക്കും. വേറൊന്നും അവർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാംഗ്ലൂരിലെയും പുട്ടപർത്തിയിലെ ഹോസ്പിറ്റലിനെ കണക്ട് ചെയ്യുന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ മറുപടി പറയും, ഇന്ന ദിവസം ഇന്ന സമയത്ത് പറഞ്ഞ് അവരുടെ ഫോണിലേക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കും.
അപ്പോൾ അവിടെ പോകേണ്ട ആവശ്യം പോലുമില്ല. ഇന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവർക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക, ഇന്ന സമയത്ത് ഇന്ന കൗണ്ടറിൽ വരാൻ പറഞ്ഞു. ശരിക്കും ഈ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സത്യസായി ഭക്തർ ആബാലവൃദ്ധം ജനങ്ങൾ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ അവരുടെ ആ പ്രൊഫഷണൽസിൻ്റെ നിസ്വാർത്ഥ സേവനം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ ഇപ്പം സൗത്ത് സോൺ എൻ്റെ ഉത്തരവാദിത്വം, സ്വാമിതാന്ത ഉത്തരവാദിത്തമുള്ള സ്ഥലത്താണ് നമുക്കിപ്പോൾ ഡോക്ടേഴ്സ് സെല്ലും ഡോക്ടേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഡോക്ടേഴ്സ് ഗ്രൂപ്പിൽ ഏതാണ്ട് 1000-ലധികം ഡോക്ടേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഏതാണ്ട് 3000-ലധികം ടീച്ചേഴ്സ് ഉണ്ട്. അഡ്വക്കേറ്റ് ഫോറം ഉണ്ട്, അതിൽ ഏതാണ്ട് 700 സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെ ജഡ്ജസ് അടക്കം. അപ്പോൾ എപ്പം ആവശ്യം നീഡിയായ, സ്വാമി എപ്പോഴും പറയാറുണ്ട്, സേവനം ചെയ്യുന്നത് സൗകര്യം നോക്കിയായിരിക്കരുത്, ആവശ്യത്തിനനുസരിച്ച്. സർവീസ് ഷുഡ് ബി ഓഫ് നീഡ് നോട്ട് ഓഫ് കൺവീനിയൻസ് പറയാറുണ്ട്. എവിടെയാണോ ആവശ്യമുള്ളത് അവിടെയെല്ലാം ഇവരെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വേറൊരു വലിയ ലിക്വിഡ് ലവ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഷനാണ്. ഇന്ന് ഇന്ത്യ മുഴുവൻ ഹോസ്പിറ്റലിലെ ലിസ്റ്റുണ്ട്, ഡോണേഴ്സിൻ്റെ ലിസ്റ്റുണ്ട്. അത് എത്തിച്ചു കൊടുക്കാനുള്ള സത്യസായി വളണ്ടിയേഴ്സും ഉണ്ട്. ജസ്റ്റ് ഇപ്പോൾ എനിക്കിപ്പോൾ 2 ബോട്ടിൽ നെഗറ്റീവ് 2 ബ്ലഡ് ഇത് പറഞ്ഞാൽ മണിക്കൂറുകൾക്കകം നമ്മുടെ വളണ്ടിയേഴ്സ് എന്ന ഡോണേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കി ഇവരെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ 47 വർഷമായിട്ടുള്ള പ്രവർത്തന പരിചയമുണ്ട്, അതുപോലെ സ്വാമിയുമായിട്ട് നേരിട്ടുള്ള ഇടപെടൽ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഇത്രയും വർഷത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു മറക്കാനാകാത്ത സംഭവം ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? എല്ലാം മറക്കാനാവാത്ത സംഭവങ്ങളായതുകൊണ്ട് അതിൽ നിന്ന് ഏത് കണ്ടുപിടിക്കുന്നുള്ളതാണ്. സ്വാമിക്ക് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പേഴ്സണലായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. സത്യത്തിൽ ഈ എക്സ്പീരിയൻസസാണ് നമ്മളെ ഭഗവാനുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തി വിടാതെ പിടിച്ചു നിൽക്കുന്നത്. ഈ എക്സ്പീരിയൻസസാണ്. ഇപ്പം നമുക്കറിയാം, ഓരോ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ഇല്ല, കാരണം 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു ഇന്നാണ് പ്രോഗ്രാം. സോ ഞാൻ വേഗം തത്കാൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കും, സ്വാമിയുടെ പറയാം, സ്വാമി പോകുന്നുണ്ട് കേട്ടോ എന്ന് പറയും. തത്കാലിൽ എൻ്റെ സീറ്റ് നമ്പർ 9 സ്വാമിയുടെ നമ്പറാണ്, 36 ആണ് എൻ്റെ ടിക്കറ്റ് നമ്പർ. ഞാൻ കയറിയ ബോഗി C1 9 ആണ്, 9th ബോഗിയാണ്. സോ ഐ ആം കണക്റ്റിംഗ് പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. അതായത് ഭഗവാൻ കൂടെ ഉണ്ടെന്ന് ഇങ്ങനെ കണക്ട് ചെയ്യും. മറ്റുള്ളവർക്ക് ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഇങ്ങനെയാണ് സ്വാമി ചെയ്യുന്നത്. നമ്മൾ സ്വാമിയുടെ വർക്കിൽ പോകുന്ന സമയത്ത് സ്വാമി പറയാറുണ്ട്, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ കാര്യം മാറ്റിവെച്ചാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാറുണ്ട്. ഉദാഹരണം, ഡോക്ടർ ജുംസായി ഒരുപക്ഷെ ലോകത്തിൽ ഈ വൈക്കിംഗ് എന്നുള്ള സ്പേസ് ഷട്ടിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്ന് അയച്ചത് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിനോട് സ്വാമി കൊടുത്തൊരു വാക്കുണ്ട്, നിൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യം നീ മാറ്റി, നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അദ്ദേഹം ഈ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ കള്ളന്മാർ വന്നപ്പോൾ സ്വാമിയാണ് സെക്യൂരിറ്റി ഉണർത്തിയത്. സോ ഇത് നമുക്ക് തോന്നുന്നത്, പക്ഷേ സ്വാമി എപ്പോഴും പറയാറുണ്ട് മിറക്കിൾസിന് പ്രാധാന്യം കൊടുക്കരുത്. സ്വാമിയുടെ അത്ഭുതങ്ങൾ ഒരു കൊതുക് മാറ്റലാണ്. സ്വാമിയുടെ ടീച്ചിങ്സ് ആനയാണ്. സ്വാമി പറയും കൊതുകിനെ നോക്കരുത്, ഡോണ്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു മിറക്കിൾസ്. ആനയും സ്വാമിയുടെ ടീച്ചിങ്സ് മാത്രം നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട്. ശരിക്കും നമ്മൾ ഈ ആത്മീയത എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യ എന്ന് പറയുന്നത്, അതിൽ ലോകം മൊത്തം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 50 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. സൗത്ത് ഇന്ത്യയിലാകട്ടെ എല്ലാ മേഖലയിലും രാഷ്ട്രീയം എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം ആത്മീയതയിലേക്കോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്കോ ഉള്ളതായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ട്? ആളുകൾ കൂടുതൽ അമ്പലത്തിൽ പോകുന്നുണ്ടാവും, പള്ളിയിൽ പോകുന്നുണ്ടാവും, മോസ്കിലൊക്കെ പോകുന്നുണ്ടാവും. സ്വാമി പറയുന്നൊരു വാചകം ഇതിനെക്കുറിച്ച് ഇതാണ്, ഈ പോയത് കൊണ്ട് നിനക്കെന്ത് മാറ്റമുണ്ടായി? സ്വാമിയുടെ നോട്ടം മുഴുവൻ, സ്വാമിയുടെ ഫോക്കസ് മുഴുവൻ എൻ്റെ ഉള്ളിലുള്ള മാറ്റമാണ്. ഒറ്റ ഉദാഹരണം, ഒരു ഡിവോട്ടി വരാന്തയിൽ വന്നിരിക്കുകയാണ് പുട്ടവർത്തിയിൽ. സ്വാമി ചോദിക്കുക, എത്ര കാലമായി പുട്ടവർത്തിയിൽ വന്നിട്ട്? സ്വാമി, ഞാൻ 25 കൊല്ലമായി. അപ്പോൾ സ്വാമി, 25 കൊല്ലമായിട്ട് നീ പുട്ടവർത്തിയിൽ വരുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ സായിബാബയായി കാണുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് 25 കൊല്ലമായിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ആ ഡിവൈൻ ക്വാളിറ്റീസ് എന്നിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്വാമി മുഴുവൻ നോക്കുന്ന ഈ ട്രാൻസ്ഫർമേഷനാണ്. പറയാറുണ്ട്, ശബരിമലയിൽ 40 കൊല്ലം പോയാൽ ഒരു പക്ഷേ നിങ്ങളുടെ ശബരിമലയുടെ കല്ല് തേഞ്ഞ് മിനുസപ്പെട്ടു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മാറ്റിയില്ലെങ്കിൽ സ്വാമി എപ്പോഴും പറയും, ഇൻഫർമേഷൻ ഈസ് യൂസ്ലെസ് അൺലെസ് ദർ ഈസ് ട്രാൻസ്ഫർമേഷൻ. മാറ്റങ്ങൾ ഉണ്ടാക്കാത്ത അറിവ് ഉപയോഗശൂന്യമാണ്. സർ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒരു വ്യക്തി എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? മെഡിറ്റേഷൻ അതിൻ്റെ കറക്റ്റ് പ്രോസസ്, സ്വാമിയുടെ ജ്യോതിർ മെഡിറ്റേഷൻ ഉണ്ട്. ജ്യോതിർ മെഡിറ്റേഷൻ ഒരു വിളക്ക് വെച്ച് നമ്മൾ കാലത്ത് ധ്യാനിക്കുന്നതാണ് ജ്യോതിർ മെഡിറ്റേഷൻ. എത്രത്തോളം എഫർട്ടോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മളത് ചെയ്യുന്നുണ്ടോ അത്രയും റിസൾട്ട് നമുക്കുണ്ടാവും. എത്ര ശ്രദ്ധയോടുകൂടി ഒരു കുട്ടി എക്സാം എഴുതുന്നുണ്ടോ അത്ര മാർക്ക് കിട്ടുന്നത് പോലെ സ്പിരിച്വലായിട്ട് ഇത് മാത്രമേ ഉള്ളൂ.
പക്ഷെ പലപ്പോഴും കാണുന്നത് സ്വാമി പറയാറുണ്ട് ചന്ദനം തൊട്ടത് കൊണ്ടോ ഭസ്മം തൊട്ടത് കൊണ്ടോ വെള്ള ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ എൻ്റെ ഡ്യൂട്ടി ആവില്ല എന്ന് പറയുന്നത്. യു ആർ നോട്ട് മൈ ഡ്യൂട്ടി. നിൻ്റെ ഉള്ളിൽ എന്ത് മാറ്റം? എപ്പോഴും ഭഗവാന്റെ ഭഗവാൻ പറഞ്ഞ സേവന പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേകത. ഇപ്പം ഞാൻ അങ്ങേക്ക് സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്കല്ല സേവനം ചെയ്യുന്നത്, അങ്ങയിലുള്ള ഈശ്വരനാണ് സേവനം ചെയ്യുന്നത്. അതുകൊണ്ട് ബെനിഫിറ്റ് ഞാനാണ് ബെനിഫിറ്റ്, അങ്ങല്ല ബെനിഫിഷ്യറി. ഭഗവാൻ പറയുന്നു ഒരാളുടെ വേദന നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കണം. ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ വേദന കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വേദന ഉണ്ടാവും. എൻ്റെ ഉള്ളിൽ വേദന മാറ്റാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് അയക്കണം. അദ്ദേഹത്തിൻ്റെ വേദന മാറ്റാൻ വേണ്ടി അയച്ചാൽ എനിക്ക് തോന്നും ഞാൻ എന്തോ ചെയ്തു തോന്നും. എൻ്റെ വേദന മാറ്റാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് ഒരു ഞാൻ ചെയ്തു എന്നൊരു ഭാവം ഉണ്ടാവില്ല. ഇത് സ്പിരിച്വൽ സേവയിൽ അത്യാവശ്യമാണ്. ശരിക്കും ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ്റെ പുതിയ സംരംഭം എന്താ? ഒന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ലിക്വിഡ് ലവ് എന്നുള്ള വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് നയനം എന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. വേറെ നല്ലത് പല സ്ഥലത്തും നമ്മൾ ഈ ഇപ്പോൾ സമ്മർ സീസൺ വന്നല്ലോ, പല സ്ഥലത്ത് ആൾക്കാർ വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യാൻ കാണാൻ സാധിക്കും. അവർക്ക് എല്ലാവർക്കും കുട എന്ന് വെച്ചാൽ തൊപ്പിയുള്ള കുട, അങ്ങനെ വെച്ച് പണി. ഇങ്ങനെ എവിടെയാണ് ഈ എല്ലാ സ്ഥലത്തുള്ള പോലീസുകാരെ ഉച്ചയ്ക്കൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ വാട്ടർ ബോട്ടിൽ തണുത്ത വെള്ളം കൊണ്ടു കൊടുക്കാൻ. അതുപോലെ ഇതെല്ലാം കോമൺ ആയിട്ട് റെഗുലറായിട്ട് നടന്നു പോകുന്ന പ്രോഗ്രാംസാണ്. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ വേദനിക്കുന്ന കാണുമ്പോൾ നമുക്കാണ് വേദനിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ തത്വം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് ആലുവയിലൊരു സത്യസായി സ്കൂളുണ്ട്, കോഴിക്കോട് ഒരു സത്യസായി സ്കൂളുണ്ട്. കോഴിക്കോട് എന്നായിട്ട് 100 ഏക്കർ സ്ഥലത്താണ് സത്യസായി വിദ്യാപീഠം. അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ കോളേജ് കെട്ടിടം പിന്നെ റെഡിയായി കഴിഞ്ഞു. ഡിഗ്നിറ്ററീസിന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റഡ് ആണ്. മാനേജ്മെൻറ്റ് സ്റ്റഡീസാണ്, ബി അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് സ്റ്റഡീസാണ്. ഈ അക്കാഡമിക് ഇയറിൽ ജൂണിലുള്ള അക്കാഡമിക് ഇയറിൽ അത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും. ശരിക്കും നമ്മുടെ ഈ കേരളത്തിനകത്ത് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഷൊർണൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ ഹോസ്പിറ്റലാണ്, പക്ഷേ ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അവിടെയുണ്ട്. അവിടെയുള്ള ചികിത്സ മുഴുവൻ സൗജന്യമാണ്, എല്ലാം ഫ്രീ ആണ്. സ്വാമി പറഞ്ഞ പോലെ തന്നെ ധാരാളം കാറ്ററാക്ട് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് വിട്ടുപോയത് പുട്ടപർത്തിയിലൊരു ജനറൽ ഹോസ്പിറ്റൽ ബാംഗ്ലൂരുണ്ട്. ഈ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു മാസം 100ഓളം ഡെലിവറി കേസസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എല്ലാ മാസക്കാരും ഒക്കെ പാവപ്പെട്ട ആൾക്കാരാണ്. വേറെ എവിടെ പോയാൽ അവർക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. പുട്ടപർത്തി ഹോസ്പിറ്റലിലെ വേറൊരു പ്രത്യേകത, അവിടെ വരുന്ന പേഷ്യൻറ്റിന് ഫ്രീ ഫുഡാണ്, ബൈസ്റ്റാൻഡർക്ക് ഫ്രീ ഫുഡാണ്. അവരുടെ ഡ്രസ്സും അവർ ഹോസ്പിറ്റലിൽ നിന്നാണ് കൊടുക്കുന്നത്. ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അങ്ങ് പിന്നെ സൗത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ആത്മീയ ജീവകാരുണ്യ ജീവിതവും കേരളത്തിലെ ആത്മീയ ജീവകാരുണ്യ ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാം. കാരണം സത്യസായി പ്രവർത്തകരുടെ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ കൂടെ നടക്കുന്ന എല്ലാ സ്ഥലത്തും ഇപ്പോൾ സ്വാമി എനിക്ക് തന്ന ഉത്തരവാദിത്വം കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന ഈ 5 സ്റ്റേറ്റുകളിലും വളരെ നന്നായിട്ട് സ്വാമിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സെൻട്രൽ ട്രസ്റ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് ആന്ധ്രയിൽ. 45 ലക്ഷം കുട്ടികൾക്ക് പ്രോട്ടീൻ കണ്ടന്റ് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ. 45 lakhs. എഡ്യൂക്കേഷൻ പ്രവർത്തനത്തിൽ എല്ലാ കാരണം നമുക്കറിയാം കുട്ടികളുടെ സ്വഭാവം പേരൻസിനൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പേരൻസിന് ഭയാനോ സമയവും ഇല്ല, വേറെ ആരും പറഞ്ഞു കൊടുക്കാനില്ല. അവിടെയാണ് നമ്മൾ ടീച്ചേഴ്സിനെ പിടിക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ, എങ്ങനെയാണ് മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഇന്ന് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. ആന്ധ്ര, തെലങ്കാനയിലൊക്കെ ഗവൺമെൻറ് സത്യസായി ഓർഗനൈസേഷനോട് ആവശ്യപ്പെട്ട് നമ്മളിപ്പോൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഒരു അവരനെ സഹായിക്കാനായിട്ട് മനസ്സുള്ളവർക്ക് വരുന്നവരിലേക്ക് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന്, സത്യസായി ഇവിടെ നമ്മൾ സ്വാമിയുടെ ഡിവോട്ടിയാണോ എന്ന് പോലും ചോദിക്കില്ല ഒരാൾ വന്നു കഴിഞ്ഞാൽ. 2, ഒരാളെ സത്യസായി ഡിവോട്ടിയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളില്ല. സ്വാമി പറഞ്ഞ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കി മാറ്റാൻ ഈ പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ധാരാളം സ്വാമിയുടെ ഡിവോട്ടീസ് അല്ലാത്ത ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരുപാട്. വേറൊന്നുണ്ട്, സത്യസായി ഫാമിലി ബേസ്ഡ് നാരായണ സേവ. 1000കണക്കിന് വീടുകളിൽ നിന്ന് ഫുഡ് പാക്കറ്റ്സ് കളക്ട് ചെയ്യും. റോഡിലൊക്കെ ഇരിക്കുന്നവർക്ക് നമ്മുടെ വളണ്ടിയേഴ്സ് കൊണ്ടുകൊടുക്കുക, ആരും അറിയുന്നില്ല.
ഒരുപാട് സ്ഥലത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ബൈസ്റ്റാൻഡേഴ്സിന് ഭക്ഷണം കിട്ടില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് മാത്രമേ ഉള്ളൂ. ആ ബൈസ്റ്റാൻഡേഴ്സിന് മുഴുവൻ ഡെയിലി ഭക്ഷണം കൊടുക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ പല സ്ഥലത്തും. ഇപ്പോൾ നെയ്യാറ്റിങ്കര പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനകത്താണ് ഈ കിച്ചൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞാൽ തീരാത്തൊരു പ്രേമ കഥയാണ് സത്യസായി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. ഇവിടെയൊക്കെ ഭഗവാൻ പറയും രണ്ട് വാക്കുകൾ, ലവ് ഓൾ സർവ് ഓൾ. ആര് നമ്മളോട് എന്ത് ചെയ്താലും നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, ആരെയും ഉപദ്രവിക്കരുത്, എപ്പോഴും സഹായിക്കുക. ഹെൽപ്പ് എവർ, ഹേർട്ട് നെവർ, ലവ് ഓൾ സർവ് ഓൾ. ഭഗവാൻ പറഞ്ഞു തന്നിട്ട് പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളേക്കാൾ സ്വാമിക്ക് ഇഷ്ടപ്പെട്ടത് സേവനം ചെയ്യുന്ന കൈകളാണ്. ദി ഹാൻഡ്സ് ദാറ്റ് സർവ് ആർ ഹോളിയർ ദാൻ ദി ലിപ്സ് ദാറ്റ് പ്രേ. ഈ ഒരു വിശ്വാസത്തിലാണ് സത്യസായി സേവാ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഓരോ ദിവസം കഴിയുന്തോറും പ്രവർത്തനങ്ങൾ അതിശക്തമായി കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, സ്വാമിയുടെ അവതാര ശരീരം പോയി കഴിഞ്ഞാൽ ഈ പ്രവർത്തനം. അങ്ങനെയല്ല, എവരി ഡേ അതിങ്ങനെ മൾട്ടിപ്പിൾ ജിയോമെട്രിക്കൽ പ്രപ്പോർഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ആണ് പ്രേക്ഷകർക്കായി അങ്ങ് പങ്കുവച്ചത്. ഈ ജീവകാരുണ്യം എന്ന് പറയുന്ന ആ ഒരു സ്നേഹമന്ത്രം അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് എല്ലാവരിലും ആശ്രയപ്പെട്ട എല്ലാവർക്കും ലഭിക്കട്ടെ. ഇനി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ട്രസ്റ്റിലൂടെ ഓർഗനൈസേഷനിലൂടെ നടത്താൻ സാധിക്കട്ടെ. എന്തായാലും ഈ ചെറിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു തന്ന അങ്ങേക്ക് വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.